spending the night in Dixon. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിട്ടേക്കുന്നത്. എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ ഇൻസ്റ്റാഗ്രാം നിർത്താൻ വേണ്ടിട്ട് നീ ആലോചിച്ചോ? ഏതറ്റം വരെ വേണമെങ്കിലും നമ്മൾ പോകും. ജക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ രേണുസുതി ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ചാനലിൽ കാട്ടിക്കൂട്ടുന്ന ഒരു അപരാധ കഥകൾ. അപ്പോൾ അതിനെ ആദ്യം അങ്ങേര് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും, അങ്ങേരുടെ പരിപാടി നടത്തും. അത് കഴിഞ്ഞ് ഒരു ഉഗ്രൻ ന്യായീകരണമായിട്ട് വരും. രേണുസുധീരെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ ആളൊരു എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു. ആളുടെ തിരക്കും ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ആളോട് ഇമാതിരിയുള്ള അറപ്പൊന്നും തോന്നിയിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കണാണെന്ന് നമുക്ക് തന്നെ ഒരുമാതിരി അറപ്പുളവാക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കണ്ടു നോക്ക് വീഡിയോ, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഞാൻ പറയണത് വെറുതെ പറയണതാണോ അല്ലേ എന്നുള്ളത്. ഇമാതിരി അറപ്പ് കാണാനും കുറേ ഞരമ്പന്മാരുണ്ടല്ലോ. രേണുസുധീൻ്റെ വീഡിയോ ലീക്കഡായി എന്ന് പറയുമ്പോൾ ആളെ സംബന്ധിച്ചൊരു പ്രമോഷനാണ്. സോ ഞാനിത് ചെയ്യണില്ല, ഞാൻ ഈ ഒരു വള്ളി പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാലാൾ കൂടുതൽ ഇവളെ പറ്റിയിട്ട് അറിയുകയും ഇവളുടെ സബ്സ്ക്രിപ്ഷൻ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതൊരു പ്രൊമോഷനായില്ലേ. സോ എനിക്ക് ഈ വള്ളി പിടിക്കാൻ തീരെ താല്പര്യമില്ല. എന്നാലും കാണുമ്പോൾ അത് പറയാതിരിക്കാനും തോന്നുന്നില്ല, നാവങ്ങോട്ട് ചൊറിഞ്ഞു പൊന്താണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. കൊച്ചു പിള്ളേരൊക്കെ മുന്നിലുണ്ടെങ്കിൽ അങ്ങോട്ടെങ്കിലൊക്കെ മാറി പൊക്കോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു വീഡിയോ അല്ല. കുറച്ചാൾ മുമ്പ് ഷെഫീന ബീവി ഒരു ചാറ്റ് ലീക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ന്യായീകരണമായിട്ട് മുപ്പരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കോഫി കുടിക്കാൻ പോയതാണ്. അപ്പോൾ ആ ഒരു ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രേണുസുധിയുടെ നേരിട്ട് കാണാനായിട്ട് എന്താണ് ചാർജ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് മുപ്പരാൾ ന്യായീകരണമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ, അപ്പോൾ എൻ്റെ കൂടെ ചായ കുടിക്കാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു കോഫി കുടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് കോഫിയാണ് ഇവർ കുടിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പുതിയ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇതിനും പുള്ളിക്കാരത്തി ഒരു നല്ലൊരു ന്യായീകരണവുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കഴിഞ്ഞ ആ ചാറ്റ് വീഡിയോൻ്റെ ന്യായീകരണം അതൊന്ന് കേൾക്കാം. ഷെഫീന ബീവി ഈ ഒരു ചാറ്റ് പുറത്തുവിട്ടതിന് ശേഷം ഒരുപാട് പേര്, ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഇതിനെ എടുത്തിട്ടിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബർ വോട്ടെവർ ആരോ ആണ്. അപ്പോൾ രേണുസുധിയെ കണ്ടപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ന്യായീകരണവാദമുണ്ട്. ആദ്യം അറിയില്ല എന്ന് പറയുന്നു, പിന്നെ അറിയുമെന്ന് പറയുന്നു, പിന്നെ ഞാനത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നു. അപ്പം നമുക്കതൊന്ന് കാണാം. ചാറ്റാന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ലേ, ആൾക്കത് ഓർമ്മയില്ല, തീരെ ഓർമ്മയില്ലാത്തൊരു സംഭവമാണ്. ആ സമയത്ത് ആള് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ഫോണും കൊണ്ടുവന്ന ആളുടെ ചോദ്യം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ നിവർത്തിയില്ല. അപ്പം എന്തായാലും കിട്ടിയ താപ്പ് എന്നുള്ളതിലേക്ക് അപ്പം വായെന്ന് വന്നൊരു സംഭവം എന്താണോ അത് തട്ടിവിട്ടതാവാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ ഓർമ്മയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചോദിച്ച വഴിക്ക് തന്നെ പറയാം, അയ്യോ ഇതുകൊണ്ടാണ്, ഇതാണ് കാരണം, ഇതാണ് സംഭവം, ഇതാണ് തെറ്റിദ്ധരിച്ചാണ് നിങ്ങളുടെ, അങ്ങനെ പറയാമല്ലോ. ഇത് ആദ്യമേ പറയണം എനിക്കത് ഓർമ്മയില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് ഞാൻ ബാക്കിയാക്കാം. ചേച്ചി അതിനൊരു പ്രതികരണം പറഞ്ഞത് അത് AI ആയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഓർക്കുന്ന പോലുമില്ല. പക്ഷെ അതുപോലും പലരും വളച്ചൊടിച്ച് ചേച്ചിക്ക് നെഗറ്റീവ് ആക്കുന്നു. ഈ പ്രത്യേകിച്ച് ഷെഫീന എന്ന് പറയുന്നത് ലൈംഗിക ചുവ എവിടെയാണ്? പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിപ്പോൾ ട്രോൾ ആയി കേട്ടോ, പ്ലീസ് കോൺടാക്ട്. അപ്പോൾ മനസ്സിലായില്ലേ, അതിനകത്ത് ലൈംഗിക ചുവ എവിടെയാണ്? അപ്പോൾ ആ പുള്ളിക്കാരത്തേക്ക് ഓർമ്മയില്ലാണ്ടല്ല, ഓർമ്മ അടിച്ചു പോയൊരു സംഭവമൊന്നുമല്ല. ഓക്കെ, അങ്ങനെ ഒരു സംഭവം നടക്കാതിരുന്നിട്ടില്ല, നടന്നിട്ടുണ്ട്. ചായ കുടിക്കാൻ പോകണം. അതെ, ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ ഇപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ഞാൻ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയാം. ചായ കുടിക്കണമെങ്കിൽ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയണം. എന്താണ് ഇവളൊക്കെ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ചായ കുടിക്കണമെങ്കിൽ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയണം. മാനേജർ ആരാന്നറിയുമല്ലോ, ഏതോ ബജാജോ കരിഷ്മയോ അങ്ങനെ എന്താണ്ടൊക്കെയാണ്. ആ പുള്ളിക്കാരത്തി അതിനെക്കാട്ടും വലിയൊരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആളാണ് മൂപ്പരാളുടെ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസർ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു വഴിയിലേക്ക് എത്തിയിട്ടുള്ളത്.
അതുപോലെ ചേച്ചിയുടെ മാനേജർ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ് മോശം. എൻ്റെ കരിഷ്മ, എൻ്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ലോകം കണ്ട ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് രേണുസുധീൻ്റെ മാനേജറും രേണുസുധിയും. നിങ്ങൾ എന്തിനായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എടുത്തുകൊണ്ട് പോയി ഷോക്കേസിൽ വെച്ച് 2 കൊന്ത ചെല്ലേ അല്ലെങ്കിൽ വല്ല മണിയടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. നമുക്ക് പുതിയ 2 മഹത് വ്യക്തികളെ കിട്ടിയിരിക്കുകയാണ്. നമുക്കിനി അടുത്തത് ഇവളുടെ ഈ അപരാധിച്ച വീഡിയോ, ഈ പുറത്ത് വിട്ടു എന്ന് പറയുന്ന വീഡിയോ, അവൻ എന്തായാലും പുറത്ത് വിട്ടത് അവൻ പുറത്ത് വിടാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ഒരേ വ്യക്തിയായിരിക്കാം എന്തായാലും. അല്ലാതെ ചേച്ചിയുടെ ഒരു വീഡിയോ ഇന്നാ ഞാൻ കണ്ടു ഇനി നിങ്ങളും കാണുക എന്ന് പറഞ്ഞിട്ട് എടുത്തു തരേണ്ട ആവശ്യം വേറൊരാൾക്കില്ല. എന്തായാലും ചേച്ചീനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ള ഒരു കരിമരുന്ന് തന്നെയാണ്. നോക്കാം, നമുക്ക് ആ ഒരു വീഡിയോ കാണാം. പറഞ്ഞു കേട്ടില്ലേ, കടിക്കല്ലേ തൊലി പോയിരിക്കുക, മുറിഞ്ഞിരിക്കുകയാണെന്ന്. എന്തിനാണ്? Spending the night in Dixon. ഈ ഒരു ആക്ട് കണ്ടോ? ഈ ഒരു ആക്ട് ഇമാതിരി അപരാധിച്ച ആക്ടുകൾ ഇട്ടിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇമാതിരി ആക്ടൊക്കെ കാണിക്കുന്നത്? നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി അറപ്പ് വരിക. എവിടെ പോണ്? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ചേച്ചിയുടെ ലീക്ക്ഡ് വീഡിയോസാണ്, വീഡിയോ അല്ല. From a plan. Is it too late to learn to listen? ആ സൈഡ് കണ്ട നിങ്ങൾ കണ്ടില്ലേ? ഇനി ഈ സൈഡ് കാണിച്ചു തരും, അത് കഴിഞ്ഞ് വയറ് കാണിച്ചു തരും. പിന്നെ ചേച്ചിയുടെ ഒരു മാസ്റ്റർ ആയിട്ടുണ്ട് ചേച്ചിയുടെ കയ്യിൽ, ചേച്ചിയുടെ കാല്. ആ കാലും എണ്ണ തേക്കണ വീഡിയോ ഉണ്ട്. എനിക്കതൊന്നും ഇവിടെ വെക്കാന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. പ്ലീസ് സോറി. എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് ഈ സബ്സ്ക്രിപ്ഷനിൽ നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ചുണ്ട് പൊട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. എങ്ങനെ പൊട്ടാണ്ടിരിക്കും? ഈ ചായ കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചായ കുടി ആയിരിക്കും. ഈ ചൂട് ചായയൊക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ അത് നമ്മളെ ക്ലൈമറ്റ്, നമ്മളെ ചിലപ്പോൾ ബോഡിക്ക് അവിടെയൊക്കെ പൊള്ളുക, അതുപോലെ ഇങ്ങനെ ചിലപ്പോൾ ഡ്രൈ ആവുക, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം ചൂട് ചായ ചേച്ചി കുടിക്കാൻ പാടില്ല, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുമാത്രമല്ല, ചുണ്ടുമ്പോൾ ഫുൾ ടൈം ലിപ്സ്റ്റിക്ക് ഇട്ട് ചുണ്ട് കടിച്ചും പൊട്ടിച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ട് പൊട്ട് തന്നെ ചെയ്യും. അത് ക്ലൈമറ്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലൈമറ്റ് എന്ത് കഴിച്ചു പാവം. നിങ്ങൾ കണ്ട എൻ്റെ ചുണ്ടെല്ലാം പൊട്ടി, ഈ കാലാവസ്ഥയുടെയാണോ നോക്കുന്നത്? ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചില്ല. ഞാനിപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കും, ഇപ്പോഴെന്നല്ല, ഞാൻ അധികം ഫുഡേ കഴിക്കാത്ത ഒരാളാണ്. എന്താണല്ലേ, രേണുസുധി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ട്, ചായ കുടിച്ചോ എന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ട്, പിന്നെ കാണാൻ വരട്ടെ എന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ? ഇനി ചേച്ചിയുടെ അപരാധിച്ച് വേറൊരു വീഡിയോ ഉണ്ട്. ആ ആക്റ്റാണ് എനിക്ക് തീരെ പിടിക്കാത്തത്. നോക്കാട്ടാ, ആ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്റ്റാണ്. കാണിച്ചു തന്നു, എടുത്തു വെച്ചു. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വാട്ട് എവർ. നമുക്കിനി ആ ന്യായീകരണത്തിലോട്ട് കിടക്കാം. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. ചേച്ചി കഷ്ടപ്പെട്ട് സബിനകത്ത് ഇടുന്ന വീഡിയോസ് ഒരു ഉളുപ്പില്ലാതെ എടുത്ത് പുറത്തേക്ക് ഇടുന്ന നിന്നെ പോലെയൊക്കെയാണ്. എന്താണാ നിന്നൊക്കെ ചെയ്യുക? ഇമാതിരി അപരാധിച്ച വീഡിയോസൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടാൻ പാടുണ്ടോ? എന്തിനാണ് നമ്മളെയും കൂടി കാണിക്കുന്നത്? അത് സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ലൈവ് പോയതാണ്, മനസ്സിലായോ? ലൈവാണ്, അല്ലാതെ വീഡിയോ പിടിച്ച് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ള ഒരു കുന്ത്രാണ്ടം നല്ലത്. ഇത് ലൈവാണ്. ജനങ്ങളുടെ മുന്നിൽ ഞാൻ ലൈവ് കാണിച്ചിട്ടുള്ള എന്തൊരു അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത് നോക്കിയൊക്കെ. ആ ഒരു അമ്മ എന്നല്ല പറയുന്നത്, പാവം റിതപ്പൻ, അവൻ്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിക്കുന്നത്. ഈ റിതപ്പനെ അവിടെ നിന്നും രക്ഷിക്കാനും ഓരോരുത്തരന്മാരെ മറ്റേ ശിശു സംരക്ഷണ സേമ വകുപ്പൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് കേട്ടത്. എന്തായാലും ഈ അപരാധിച്ച വീഡിയോ ലൈവാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാളും
ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ. വേണ്ട, എന്തുമാത്രം വിഷമിച്ചിട്ടാണ് നിന്നത്തെ ചീത്ത പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് മകനെ? ഇങ്ങനെ എന്താ പറയുക, ഞാൻ രേണുസുതിയുടെ കൂടെയാണ്. പക്ഷത്താണ് എന്താണ് പാവണ്ട്, അത് കഷ്ടപ്പെട്ട് ലൈവ് പോയി അമ്മാതിരി ആരാധകർക്ക് വേണ്ടിയിട്ട് കാമപ്രാന്തന്മാർക്കും അമ്മാതിരി കാമപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും രേണുസുതിയുടെ ചാറ്റിൽ വരുന്ന റിക്വസ്റ്റുകൾ അത്രയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അവരെ സംതൃപ്തിപ്പെടുത്തേണ്ട കടമ രേണുസുതിനുള്ളതാണ്. അപ്പോൾ ആ രേണു ചേച്ചി, പാവം രേണു ചേച്ചി ഇത്ര കഷ്ടപ്പെട്ടിട്ട് ആ ഒരു വീഡിയോ ലൈവ് ഇടുമ്പോൾ അത് ആ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആ വ്യക്തിക്ക് അത് കണ്ടിട്ട് മിണ്ടാതെ കുത്തിരുന്ന പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? എന്തിനാണിത് പുറത്തോട്ട് വിട്ടത്? ഒരുപോലെ കണ്ണടയ്ക്കാതെ ഉറക്കുളച്ച് ആലോചിച്ചുണ്ടാക്കി ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും, പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കണ്ടോക്കാം. ചുണ്ട് പൊട്ടിയിരിക്കണം, കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ കണ്ടില്ലേ ചുണ്ട്? കുറേ നേരമായില്ലേ ചുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരു സൂം ചെയ്ത് ക്യാമറ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതും എന്തൊരു ആക്റ്റും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു നാവുകൊണ്ട്. അത് മൂപ്പരാൾക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങളത് വെറുതെ മറ്റേ അർത്ഥത്തിൽ ചിന്തിക്കരുതായിരുന്നു. നമ്മളാണ് ഇതിൽ തെറ്റുകാരൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല രേണുസുതി അത് ഒരു ആക്ട് ചെയ്തത്. ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചുണ്ട് പൊട്ടിയിരിക്കുമ്പോൾ പിന്നെ രേണുസുതി അത് നമുക്ക് കാണിച്ചു തരണ്ടേ? എൻ്റെ ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നാവുകൊണ്ട് തുഴഞ്ഞിട്ട് കാണിച്ചു തരാമായിരുന്നു. പക്ഷെ നിങ്ങളത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു, തെറ്റായിട്ട് എടുത്തു. പക്ഷെ വേറൊരു സംഭവം ഉണ്ടല്ലോ, കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു രേണുസുതി. അതെന്തിനു വേണ്ടിയിട്ട് പറഞ്ഞാണെന്ന് മനസ്സിലാവുന്നില്ല. അത് എന്തോ ചുണ്ട് കടിക്കല്ലേന്നോ എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണെന്നോ അങ്ങനെ എന്തോ കൂടി പറഞ്ഞായിരുന്നു. ചേച്ചി മറന്നുപോയതാ, വേറെ എന്തോ ഒരു സംഭവം കൂടി പറഞ്ഞായിരുന്നു. നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ ചെയ്യല് കേസ്, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ലാന്നേ. ഞാൻ ഇനിയും ചെയ്യും. നിനക്ക് എന്തൊട്ട് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നീ ചെയ്യടാ, നീ വെല്ലുവിളി ഏറ്റെടുക്ക്. പാവം രേണു ചേച്ചി സബ്സ്ക്രൈബേഴ്സിനെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള തീർത്ത ശപഥം ചെയ്തിട്ടാണ് ഈ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അത് എങ്ങനെയൊക്കെ തടയാൻ നോക്കിയാലും അതിശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ള എന്താ പറയുക, ഒരു വെല്ലുവിളിയാണ് രേണുസുതി മുന്നോട്ടെടുത്തിട്ടുള്ളത്. ഇനി ആ പുറത്തുവിട്ട മഹാൻ ഇനി എന്തു ചെയ്യും? അല്ലേ, എന്ത് ചെയ്യാൻ പറ്റുക? ഇനി വീണ്ടും എടുത്തിട്ട് പുറത്തോട്ട് ഇടേണ്ടി വരും. അതൊക്കെ നമ്മളിരുന്ന് കാണേണ്ടി വരും, നമ്മളിരുന്ന് റിയാക്ട് ചെയ്യേണ്ടി വരും. എന്തൊരു കഷ്ടമാണല്ലേ ഇത്. ഇപ്പോഴൊന്നും തീരില്ല എന്ന് തോന്നുന്നു. എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നണം മറ്റേ ബജാജ, കരിഷ്മി ആരാണ് അവരായിരിക്കാനാണ് സാധ്യത. അവരെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ ഗൾഫിൽ എന്താണെന്നുള്ളതും മറ്റേതും മറിച്ചതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരത്തിനെതിരായിട്ട് ശിശു സംരക്ഷണത്തിലൊക്കെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് ആളുടെ ഒരു ഓഡിയോ കാണാം. ആരാണെന്നാണ് ഇവളെ വിചാരം? ഇനി എന്ത് വേണം? ഇവള് ഇങ്ങനെ നടന്ന് കാണിക്കണോണ്ട് ബാക്കിയുള്ളവന്റെ വെമ്മക്കളെ കൊണ്ടുവരുന്ന ഇവള് കാണിക്കുമ്പോൾ നമ്മളും കാണിപ്പിക്കണമെന്നാണ്. അതാണോ ഈ തീരുമാനം? പല്ലിയെ പോലെ ബോധത്തെ തള്ളി വെച്ച് അതുങ്ങൾ ഈ കുട്ടിക്കുരങ്ങന്റെ മൂലം കണ്ടിട്ടുണ്ടോ? ചുമന്നിരിക്കും. അതേപോലെയാണ് ഇവിടെ ചുണ്ടിരിക്കുന്നത്. എടി നാറി, നിന്നെ ഉണ്ടാക്കിയതാണോ അതെ വലിച്ചൂരി എടുത്തതാണോ? നിനക്ക് നാണമുണ്ടോ? എടി നിന്നെക്കാൾ അന്തസ്സുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം നിർത്താൻ വേണ്ടിട്ട് നീ ആലോചിച്ചോ? ഏതറ്റം വരെ വേണമെങ്കിലും നമ്മൾ പോകും. നിന്നോട് കൂടിക്കണ അവന്റെ ഫ്രോഡ് ലിസ്റ്റ് അറിയാമോ? 3 പീഡനക്കേസിലെ പ്രതിയാണ്. അവനെയാണ് നീ പിടിച്ച് ഇപ്പൊ വെച്ചേക്കണ. ഓർമ്മിച്ചോ? ഫോട്ടോഗ്രാഫറായിട്ട് വന്ന് ഒരു പെണ്ണിനെ വഴങ്ങി കൊടുത്തില്ല, ഫോട്ടോ എടുക്കില്ല, അവളെ രക്ഷ കൊടുത്തില്ല, അവൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട് കഴക്കൂട്ടത്ത്. അവനോട് ചോദിച്ചു നോക്കും എന്നെ അറിയാമോന്ന്. അതുകൊണ്ട് ഏതറ്റം വരെ പോയി നിന്റെ ഇത് പൂട്ടിച്ച് നിന്നെ ജയിലിലടക്കി അല്ലെങ്കിൽ നിന്നെ കല്ലെറിഞ്ഞു വിടുന്ന വിദ്യ ഞാൻ ചെയ്തില്ലെങ്കിൽ നിന്നാന്ന് വിളിച്ചു. കാരണം നിന്നെക്കാരൻ ഒരു പെമ്പിളെ തൊലയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ യൂണിവേഴ്സ് ഇനി വളരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ രേണുസുധീൻ്റെ യൂണിവേഴ്സിൽ കുറേ ആൾക്കാരൊക്കെ ഇന്നാവുന്നുണ്ട് കേട്ടോ. ഇന്നാവും തോറും ത്രില്ലാവുന്നൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇത് ഏതറ്റം വരെ
നീ ഏതറ്റം വരെ വേണമെങ്കിലും അലവലാതെ വളർന്നു പോകേണ്ട ഒരു ജീവിതമല്ല. ഇത് കണ്ടും കേട്ടും വളർന്നുകൊണ്ട് ഈ സമൂഹത്തിൽ ഒരു അലവലാതെ വളർന്നു പോകേണ്ട ഒരു ജീവിതമല്ല. ഒരു കൊച്ചു കുഞ്ഞാണത്. അതിന് അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും ഋതപ്പന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പോയി ജീവിച്ചുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാല് അവള് ഹൃദയത്തിലേക്ക് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ചൈൽഡ് ലൈനിന്റെ ഇതില് അവരുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് ഋതപ്പൻ അവിടുന്ന് മാറ്റുക. കാരണം ഋതപ്പൻ അവിടുന്ന് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ ജീവിതം വളരെ അപകടത്തിലാണ്. ഈ ഋതപ്പന്റെ ലൈഫ് അപകടത്തിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനെ അവിടുന്ന് മാറ്റാനുള്ള എല്ലാ സംഭവങ്ങളും ആൾ ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ രേണുസുധീൻ്റെ പൂട്ടിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ രേണുസുധീൻ്റെ ഈ യൂണിവേഴ്സിൽ വേറെയും കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഫോട്ടോഗ്രാഫറാണ്, അപ്പോൾ അവൻ്റെ കൂടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകൾ, വ്യക്തമായിട്ടുള്ള അറിവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് കടക്കാൻ സാധിക്കില്ല. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റൂ. ഈ ഒരു ലെവലിൽ ഇൻസ്റ്റഗ്രാമിൽ ഇവള് നടക്കുകയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് പൂട്ടിക്കുക തന്നെ വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മളെ എന്നിട്ട് പറയുക, ഭാവി തലമുറ വഷളാവാൻ ഇമ്മാതിരിയുള്ള ഓരോ പേക്കൂത്ത് കണ്ടാലും മതി. ഇപ്പോൾ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവും ഇമ്മാതിരി കാട്ടപരാധങ്ങളൊക്കെ കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം, വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഈ എന്നിട്ട് പറയുക ഈ പാവപ്പെട്ട പെൺകുട്ടികളിലൊക്കെ കുത്തിവെക്കാൻ ഈ ഒരു വീഡിയോ കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഈ പുറത്ത് വിടുന്ന വീഡിയോസ് കൊണ്ട് നമ്മളിത് മുന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹാൻസിക്കയുടെ കാര്യമായാലും അതുപോലെ തന്നെ പർപ്പിള്, അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നല്ലത് ചെയ്യാനോ നല്ലത് പറയാനോ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം ഇമ്മാതിരിയുള്ള കാട്ടപരാധത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൊസൈറ്റിയുടെ ഒരു പോക്ക് ആ ഒരു ലെവലിലോട്ടാണ്. അതിൽ ഒന്നാമത്തെ ആളായിട്ടാണ് മൂപ്പരാളുടെ പോക്ക്. ഈ എല്ലാ വക കാട്ടപരാധങ്ങളും ആദ്യം കാണിച്ചതിന് ശേഷം അതിനൊരു ന്യായീകരണമായിട്ട് വരും, വെല്ലുവിളിയായിട്ട് വരും. അപ്പോൾ ഇതും ചിലരിലോട്ട് ഇൻഫ്ലുവൻസായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇമാതിരിയുള്ള സംഭവങ്ങളെ നമ്മൾ വളർത്താൻ അനുവദിക്കരുത്. ഇതോടുകൂടി നിർത്തിപ്പോകാൻ തന്നെ വേണം. അപ്പോൾ ഇവളെ എവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഉച്ച സമയത്തെങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് ഈ ലൈവ് പോയിട്ടുള്ളത്. അപ്പോൾ ആ വീടിനകത്തിരുന്നിട്ടാവില്ല ചെയ്യുന്നുണ്ടാവുക. അവിടെ ഋതപ്പനും അവരുടെ ഫാമിലിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇമാതിരിയുള്ള അപരാധങ്ങൾ കാണിക്കുന്നത് ബെഡ്റൂമിൽ കിടന്നിട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇതിന് വേണ്ടിയിട്ടുള്ള ചാനലുകൾ വേറെ ഉണ്ട്, സൈറ്റുകളും ആപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് എന്തൊക്കെ തോന്നിയാസങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഈ ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് ഇമാതിരി കുത്തിക്കഴപ്പ് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് വിലയേറിയതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.